നൗഫലിൻ്റെ പെങ്ങളുടെ ചക്കൻ്റെ കല്യാണം വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായി. എന്നാലും ഇൻഷാ അല്ലാഹ് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നൗഫൽ അൽഹംദുലില്ലാ നൗഫലിനെ നേരത്തെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വന്ന ആൾ കൈയൊക്കെ തന്നു. പിന്നെ എന്തായാലും സന്തോഷമായി. ഓക്കെ, ഹായ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവരെ? നമ്മളെ ടി ഫാമിലിയിലെ ഷെഫീഖും അതിൻ്റെ വൈഫും വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് യൂട്യൂബേഴ്സിനെ ഇവിടെ വെച്ച് കാണാൻ പറ്റി. വളരെ സന്തോഷം. നമ്മുടെ സൽമാൻ കുറ്റിക്കാടുണ്ടായിരുന്നു, പിന്നെ പാണ്ടിക്കാട് കുഞ്ഞാനുണ്ടായിരുന്നു, മുനീർ ലാലുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നേരിട്ട് കണ്ട് സംസാരിച്ച് ഒരുപാട് സന്തോഷം. അപ്പോൾ സൽമാൻ കുറ്റിക്കാടിനൊക്കെ ഞാൻ നേരിട്ടിട്ട് സത്യം പറഞ്ഞപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അവനൊക്കെ കാണാൻ പറ്റി. എല്ലാവരും സെൽഫി എടുക്കുന്ന ഫോട്ടോസിലാണ്. അവർ കാണുന്നവരൊക്കെ എല്ലാവരും വന്നിട്ട് ഫോട്ടോസും സെൽഫിയൊക്കെ എടുക്കുന്നത് തിരക്കിലാണ്. ഓക്കെ, പാണ്ടിക്കാട് കുഞ്ഞാനൊക്കെ ഭയങ്കര തിരക്കിലാണ് കേട്ടോ. ആളൊക്കെ കൂടുതൽ ആൾക്കാർ വന്നിട്ട് സെൽഫി എടുക്കുന്ന വീഡിയോസിലൊക്കെയാണ്. പിന്നെ ഇത് നമ്മളെ നൗഫലിൻ്റെ ഉപ്പയാണ് കേട്ടോ. ഉപ്പ ഭയങ്കര ക്ഷീണത്തിലാണ്. ആൾ കല്യാണത്തിന് മുന്നേ ആയിട്ട് കുറച്ച് തിരക്കിലും ഹോസ്പിറ്റലൊക്കെ ഇരുന്നില്ലേ. അപ്പോൾ ആൾ ഭയങ്കര കുറച്ച് തേബാനായിട്ടുണ്ട്. നല്ല ടയറ്റിലാണ്. ആളൊരു ഒഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയാണ്. ഇത് നമ്മളെ ലാല. ഓക്കെ, ലാലയാണിട്ടത്. അതുപോലെ ലാലയും ഫാറൂഖാണ് വന്നിട്ടുള്ളത്. മുനീർ എത്തിയിട്ടില്ല.
അപ്പോൾ അവരൊക്കെ വളരെ സിമ്പിളായിട്ട്, അതായത് സിമ്പിൾ ലെവലിലേക്ക് നമ്മളോടൊക്കെ ഒരു എന്താ പറയുക, എന്തായാലും എല്ലാവരും പരിചയപ്പെടാൻ പറ്റി. അതാണ് നമ്മളെ ഫാറൂഖിനൊക്കെ ഫാറൂഖിൻ്റെ ആനൊക്കെ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. നമ്മൾ എടുത്ത് നിൽക്കുന്നത് വെച്ചാൽ നൗഫിൻ്റെ മുത്തുമാടെ മാനാണ് കേട്ടോ. അവരുടെ വീട്ടിലൊക്കെ നമ്മൾ അടുപ്പുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അവർ നമ്മളടുപ്പിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മളെ ചെറിയ ചാനലിനെ കുറിച്ചിട്ടൊക്കെയാണ് അവർ സംസാരിച്ച്. വളരെയധികം സന്തോഷം. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹാളിലേക്ക് എത്തിയിട്ടോ. ഫുഡ് കഴിക്കാൻ എത്തിയപ്പോൾ ആളുകളൊക്കെ കുറേ കഴിച്ചു പോയിരിക്കുന്നത്, ആളൊക്കെ കാലിയായി തുടങ്ങിക്കണം. ഞങ്ങൾ ലാസ്റ്റ് തന്നെ എത്തിയത്. വന്ന സമയത്ത് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും മറ്റുള്ളവരൊക്കെ പരിചയപ്പെടാനും കാണാനൊക്കെ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ അൻഷിപ്പ് മോനിക്കനും അവരുടെ ഫാമിലിയൊക്കെ അപ്പുറത്ത് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞങ്ങളേതായാലും ഈ മൂലൊക്കെ ഇരുന്ന് ഫുഡ് എന്ന് വെച്ചാൽ പിന്നെ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി അത് രണ്ടും കഴിച്ച് ഫുഡൊക്കെ കണ്ട് ഉഷാർ ചെയ്തിട്ട് അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇവിടെ സ്റ്റേജിന് മുകളിൽ എല്ലാ മെയിൻ യൂട്യൂബേഴ്സും അവരുടെ ഫാമിലിയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. എന്തായാലും ഈ സ്റ്റേജിന് മുകളിൽ നമ്മൾ അറിയപ്പെട്ട ഒരുവിധം എല്ലാ യൂട്യൂബേഴ്സും അവരുടെ ഫാമിലിനെ ഒന്നിച്ച് കാണാൻ പറ്റി. നമ്മൾ പിന്നെ എന്തായാലും അവരെ കൂടെ കയറിയില്ല, കാരണം അവരുടെ കൂടെ കയറാനുള്ള ഒരു വളർച്ച നമ്മൾ എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി ഒരിക്കൽ ഇങ്ങനത്തെ സാഹചര്യം കിട്ടുമ്പോൾ നമ്മളവരെ കൂട്ടത്തിലുണ്ടാവും. ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷം, റാഹത്തൊക്കെ ആയിരുന്നു. നല്ലൊരു കല്യാണം. അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചക്കരയും ചക്കനും യാത്ര പുറപ്പാടുള്ള പരിപാടിയിലാണ്. കുടുംബക്കാരൊക്കെ ഉണ്ട്, എല്ലാവരോടും യാത്രയൊക്കെ പറയുന്നുണ്ട്. ചക്കരൊക്കെ നല്ല കരച്ചിൽ കരയുന്നുണ്ട്. പിന്നെ എന്തായാലും അവരുമ്മയും അവർ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. എന്തായാലും കല്യാണത്തിൽ കൂടാനും അവരൊക്കെ എല്ലാവരും കാണാൻ പറ്റിയതൊക്കെ വലിയ സന്തോഷമുണ്ട്. അങ്ങനെ ചക്കരയും ടീമൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നോക്കുമ്പോഴാണ് നമ്മളെ ഷംസുക്ക, അതായത് മെജീഷ്യൻ ഷംസുക്ക ഉണ്ടല്ലോ, ചെറുപ്പശ്ശേരിയുള്ള അവരെ മകനാണ് കേട്ടോ മുസ്തഫ. അവനാണ് ഇവിടെ സ്റ്റേജിൽ ചെറിയ മാജിക്കല്ല, വലിയൊരു മാജിക് തന്നെയാണ്. അത് നമുക്ക് സ്ഥിരമായിട്ട് കണ്ടിട്ട് ഒരുപാട് കണ്ട കാരണം നമുക്കതൊരു വലിയ സംഭവം തോന്നുന്നില്ല. പക്ഷേ ഏറ്റവും വലിയ മാജിക്കായിരുന്നു. ആ മാജിക്കൊക്കെ കണ്ട് ഇറങ്ങി അവരെ പരിചയപ്പെട്ടു. അവരെ കണ്ട് പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം. അവരൊക്കെ എന്ന് വെച്ചാൽ വലിയ വലിയ ഉയരങ്ങളിൽ എത്തിയ ആളുകളാണ്. അവർ പറയുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റാണ് ഈ സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതാണ്. കല്യാണം കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. പിന്നെ എല്ലാ ദുഃഖം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഇരുപത് യൂട്യൂബേഴ്സിനൊക്കെ കാണാൻ പറ്റിയ വളരെ സന്തോഷം. ഇൻഷാ അല്ലാഹ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെ ചക്കര ഇറങ്ങിട്ടോ. അപ്പോൾ ചക്കരയുടെ ചെക്കനും ഒരു യൂട്യൂബറാണ്, ഓനും വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വണ്ടി ഓടിക്കുന്നത് നൗഫലിൻ്റെ കൂട്ടുകാരനാണ്. നൗഫൽ നല്ല ടെൻഷനിലാണ്, ഭയങ്കര സങ്കടത്തിലൊക്കെയാണ് ഇപ്പം ഞങ്ങൾ ഇറങ്ങുന്ന വിഷയത്തിൽ. അവനുപ്പയും ഫാമിലിയൊക്കെ ആയിട്ട് നല്ല ടെൻഷനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ അവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് കേട്ടോ, ഒരുപാട് യൂട്യൂബേഴ്സ് എന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചക്കര ഇറങ്ങി ഞങ്ങൾ നൗഫലിനോട് സലാം പറഞ്ഞ് യാത്ര പറഞ്ഞ് ഞങ്ങളിനി തിരിച്ചിറങ്ങുകയാണ്.
നൗഫലിൻ്റെ പെങ്ങൾ ചക്കരയുടെ കല്യാണ വീഡിയോ കണ്ട എല്ലാവരും ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ചെറിയൊരു ചാനലാണ്, എന്തായാലും നമ്മളോട് സഹകരിക്കാം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.